നമസ്കാരം. നിയമസഭയിൽ മകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മൗനം പാലിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മകൾക്കെതിരെ ഉയർന്ന മാസപ്പടി വിവാദത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു പിണറായി വിജയൻ. ഇതേ തുടർന്ന് ഈ വിഷയത്തിൽ സ്പീക്കർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് UDF MLA മാർ. നൽകാത്ത സേവനത്തിന് കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രി പുത്രിയും അവരുടെ കമ്പനിയും പണം വാങ്ങി എന്ന ആരോപണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇത് സംബന്ധിച്ച വിജിലൻസ് പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു? വീണ വിജയൻ അനധികൃതമായി പണം കൈപ്പറ്റി എന്ന ബാംഗ്ലൂർ ROC കമ്പനിയുടെ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നിങ്ങനെയായിരുന്നു ചോദ്യങ്ങൾ. UDF MLA മാരായ T. സിദ്ദിഖ്, KK രമ, എൽദോസ് കുന്നപ്പള്ളി, ഉമ തോമസ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സണ്ണി ജോസഫ്, M. വിൻസെന്റ്, K. ബാബു, ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, അൻവർ സാദത്ത്, റോജി N. ജോൺ എന്നിവരാണ് ചോദ്യങ്ങൾ ഉയർത്തിയത്. എന്നാൽ ഈ വിഷയത്തിൽ ഏത് വീണ എന്ത് വീണ എന്ന മട്ടായിരുന്നു പിണറായി വിജയൻ സ്വീകരിച്ചത്. മുഖ്യന്റെ ഒഴിഞ്ഞുമാറ്റം കണ്ടാൽ അങ്ങനെയൊരു മകളെ തനിക്ക് അറിയുകയേ ഇല്ല എന്ന് കരുതും. അതേസമയം എക്സാലോജിക് CMRL ഇടപാടിൽ അടിമുടി ദുരൂഹത എന്ന് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ്. ഇടപാട് വിവരം CMRL മറച്ചുവെച്ചുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ROCയുടെ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട്. വീണ വിജയനെയും എക്സാലോജിക്കിനെയും അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കുന്ന ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ROC ചില വിവരങ്ങളും വിശദാംശങ്ങളും എക്സാലോജിക്കിനോടും CMRLനോടും തേടുകയുണ്ടായി. എന്നാൽ അന്ന് വിശദാംശങ്ങൾ ഒന്നും തന്നെ നൽകാൻ എക്സാലോജിക്കിനും വീണ വിജയനും സാധിച്ചിരുന്നില്ല. ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയില്ല എന്നും ഒളിച്ചു കളിച്ചുവെന്നും ROC റിപ്പോർട്ടിൽ പറയുന്നു. ROC ആവശ്യപ്പെട്ട രേഖകൾ എക്സാലോജിക് സമർപ്പിച്ചിരുന്നതുമില്ല. കരാറിന്റെ വിശദാംശങ്ങളും ഹാജരാക്കിയില്ല. GST അടച്ചു എന്ന് മാത്രമാണ് എക്സാലോജിക് മറുപടി നൽകിയത്. ഇടപാട് വിവരം CMRL മറച്ചുവെച്ചുവെന്നും റിലേറ്റഡ് പാർട്ടിയായ എക്സാലോജിക്കുമായുള്ള ഇടപാട് അറിയിച്ചില്ല എന്നും ROC റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ ROC റിപ്പോർട്ടാണ് വിഷയത്തിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചത്. ഇത് ROCയുടെ പ്രാഥമിക റിപ്പോർട്ടാണ്. ഇതിന് പിന്നാലെയാണ് വിശദമായ അന്വേഷണം വേണമെന്ന് ശുപാർശ കേന്ദ്രത്തിന് പോകുന്നത്. വീണ്ടും അവിടെ അന്വേഷണം നടന്നു. ഇതിനു ശേഷമാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഈയൊരു പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതും അതിൽ നിർണായകമായ ചില കണ്ടെത്തലുകൾ ഉൾപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുന്നതും. നേരത്തെ സഭയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ ROCയുടെ ഈ റിപ്പോർട്ട് നിർണായകമാകുന്നത് സെക്ഷൻ 447, 448 എന്നീ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നതിനാലാണ്. തടവും പിഴയും ലഭിച്ചേക്കാവുന്ന കുറ്റങ്ങളാണ് ഇവ. അതേസമയം CMRL എക്സാലോജിക് ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ അന്വേഷണത്തിൽ കേന്ദ്രം നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഫെബ്രുവരി 12-ാം തീയതി വീണ്ടും കേസ് പരിഗണിക്കും. SFIO അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി വ്യക്തമാക്കി. അന്വേഷണത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് നേരത്തെ തന്നെ കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് CMRL കമ്പനി ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്ന കണ്ടെത്തലിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഈ നടപടി.